ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതാ കറക്റ്റ് ഒരു 8 മണി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ചുഴലിയിൽ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ഫുൾ അടിച്ചുപൊളിയാണേ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ദേവൂട്ടി കയറിയപ്പോൾ തന്നെ ഫ്രണ്ടിലാണ് ഇരുന്നിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ ഞാനും ഫ്രണ്ടിൽ പോയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇതാ ഹോണായിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്ന തിരക്കിലാണേ. അങ്ങനെ പാട്ടും ഡാൻസും എല്ലായിട്ട് അടിച്ച് പൊളിച്ച് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ട്രിപ്പിൽ നമ്മളൊരു 2-3 ക്ഷേത്ര ദർശനം കൂടെ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ആദ്യത്തെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ആദ്യം നമ്മൾ എത്തിയത്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പഞ്ചായത്തിലാണ് അതിപുരാതനമായ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രം. പിന്നെ ഇതൊരു അപൂർവ ക്ഷേത്രമാണ്. ഈ അമ്പലത്തിന് കൊടിമരമില്ല കേട്ടോ. പിന്നെ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൂഗിളിൽ നോക്കിയിട്ട്. അപ്പം ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല, അതിനെ കുറച്ച് മാത്രം ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമില്ലവർ ഒന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പേരടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് ജീൻസ് ഇട്ടിട്ട് കയറാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കൂട്ടത്തിലുണ്ടായ കുട്ടിയൊക്കെ 1-2 ജീൻസ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിലെല്ലാം കയറി തൊഴുതു. പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഫോൺ കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഇത് പിന്നെ പിള്ളേരാരോ കുറച്ച് ഇങ്ങനെ വീഡിയോസ് അതിൻ്റെ ചുറ്റും നടന്നിട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ആ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലെ സരസ്വതി ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത്തേതാണെന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1500 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ മൂകാംബികയാണ്. പിന്നെ പരശുരാമനാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എല്ലാ ദിവസവും ആദ്യാക്ഷരം കുറിക്കുന്ന ഒരമ്പലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഏത് ദിവസം പോയി കഴിഞ്ഞാലും നമ്മളെ മക്കളെ അവിടെ എഴുത്തിനിരുത്താൻ പറ്റും. അപ്പോൾ നമ്മളന്ന് പോയ ദിവസം അവിടെ ഒരു മോള എഴുതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അമ്പലത്തിൽ കയറി ഇതാ നേരെ പോയിട്ട് കുറച്ച് എല്ലാവരും വഴിപാടും കാര്യങ്ങളെല്ലാം കഴിച്ചു. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു. പുറത്ത് വന്ന് പുറത്ത് ഇതാണ് അമ്പലക്കുളം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലും താഴെയും എല്ലാം നിന്നിട്ട് ഇതെല്ലാവരും ഫോട്ടോസെല്ലാം എടുത്തു. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ നിന്നു. പിന്നെ നേരെ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമുക്കിങ്ങനെ ടൈം ഉണ്ടല്ലോ ഓരോ അമ്പലത്തിലും നടയടക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ രാവിലെ 4 മണി മുതൽ 11 മണി വരെയാണ്. പിന്നെ വൈകുന്നേരം അതേപോലെ ടൈം ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയ 3 അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞാൻ ഈ അമ്പലങ്ങളിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോയത് ഇതാ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. വലിയ തിരക്കൊന്നും നമുക്ക് ഏത് അമ്പലത്തിലും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ പോയതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഏടി അങ്ങനെ ഒരു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. അഞ്ജനശിലയിലുള്ള നവനീത കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ വടക്കൻ കേരളത്തിലെ ഗുരുവായൂരെന്നും കൂടെ ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ
കുട്ടികളെ ആദ്യം ആകർഷിക്കുന്നത് അവിടെ ഉരുളിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന മഞ്ചാടി മണികളാണ്. അപ്പോൾ ആ മഞ്ചാടി മണികളിലേക്ക് പൈസ ഇട്ടിട്ട് ഒരു മണി പോലും താഴെ വീഴാണ്ട് കുട്ടികളെ കൊണ്ട് അവരെ മാതാപിതാക്കൾ മഞ്ചാടി വാരിക്കും. അപ്പോൾ അതേപോലെ നമ്മളും കുട്ടികളെ കൊണ്ട് മഞ്ചാടി വാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാ അങ്ങനെ വാരുന്നതെന്ന് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ നിന്ന്, അതേപോലെ ചെറുപ്പമല്ല, എനിക്ക് കുറച്ച് വിവരവും ബുദ്ധിയെല്ലാം വന്നതിന് ശേഷം തന്നെയാണ്. അപ്പം ഞാൻ ഇതേപോലെ ഒരു അമ്പലത്തിൽ നിന്ന് വാരിയിട്ടുണ്ടായിന്. അന്നേരം പറയുന്നത് കേട്ടത് നമുക്ക് നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വാരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതേപോലെ പിള്ളേരോട് പറഞ്ഞു, നല്ല പഠിപ്പുണ്ടാവും അങ്ങനെ വാരിക്കഴിഞ്ഞാൽ, അത് നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാരുന്നത്. അപ്പം തമാശക്ക് മാളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്, ഓ എന്നാൽ ഒന്നും കൂടെ പോയി വാരിയാലോ മേമേന്ന്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ കഥ ഇപ്പം മനസ്സിലായത്. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു മഞ്ചാടി. അപ്പോൾ കൃഷ്ണനെ പോലെ കുസൃതി നിറഞ്ഞ ഉന്മേഷമുള്ള കുട്ടികളായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ട് ഈ മഞ്ചാടി വാരിക്കുന്നത് എന്നാണ് ഞാനിപ്പം ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലായ കാര്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ചാടി എല്ലാവരും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വാരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം തൊഴുതിറങ്ങി. അപ്പൊക്ക് എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിനെ. ചായ കിട്ടുമോയെന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ അവിടെയൊന്നും ചായ ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും ഇത് ഓരോ സോഡ കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ചിറ. അങ്ങനെ നമ്മൾ ചിറ കാണാൻ വേണ്ടിയിട്ട് ഇതാ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ചിറയെല്ലാം കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അന്നേരം അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. പിന്നെ ആ ചിറേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു മ്യൂസിയം ഉണ്ടായിനെ, കേരള ഫോക്ലോർ അക്കാദമീൻ്റെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അവിടെ എന്ന സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ സൈഡിൽ ചെറുശ്ശേരീൻ്റെ അന്ന് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഒരു പിന്നെ പ്രതിമയെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്കൊന്നും പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നൊരു മണ്ഡപം ഉണ്ടായിന്. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ഇരുന്നു. പിന്നെ അവർ അതിൻ്റെ അകത്തേക്ക് കയറുന്നോ ചോദിച്ചിട്ടുണ്ടായിനെ. ഒരാൾക്ക് 50 രൂപ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ പുറത്തേക്ക് കൂടി ഒന്ന് നടന്നിട്ട് പിന്നെ വേഗം അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 3 അമ്പലത്തിലാണ് നമ്മൾ പോകാൻ പ്ലാനിട്ടത്. ആ 3 അമ്പലത്തിലും പോയി. അടുത്തത് നമ്മൾ കണ്ണൂർ കോട്ടയിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മളിതാ വൈക്ക് നിർത്തിയിട്ട് ജയിൽ ഫുഡ് കിട്ടൂലേ, അങ്ങനെ അവിടുന്ന് പിന്നെ ഉച്ചക്കത്തേക്കില്ലേ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇല്ലേ. അങ്ങനെ ഫുഡും വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ കോട്ടയിലേക്ക് പോയി. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അതാണ് എല്ലാവരും തലയിൽ തുണിയും തൊപ്പിയെല്ലാം ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ കയറുന്നതിന് മുന്നേ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ. 15 വയസ്സ് വരെ ഉള്ളവർക്ക് ഫ്രീ ആണ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. ബാക്കി എല്ലാവർക്കും 25 രൂപ. അങ്ങനെ ആ ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. ആ പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നേ, നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ആ കോട്ടേൻ്റെ ഉള്ളിലേക്ക് കൂടി നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ കോട്ടേൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല കടൽക്കരയല്ലേ, നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. അതിന് അതുകൊണ്ട് തന്നെ ചൂടറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത് വരെയില്ല ആ ഒരു വെയിലും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ചൂടടിച്ചിട്ടേ ഇല്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇതാ പീരങ്കി ഉണ്ട്, കണ്ണൂർക്കോട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ. ഞാനെന്നെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം എങ്ങാനേ പോയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ കോട്ടയിലേക്ക് കയറുമോന്ന്. ഇവിടെ മുമ്പ് വാട്ടർ ഡാൻസാ ലൈറ്റ് ഷോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെയറാണ് അവിടെ കണ്ടത്. ഇപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഈ റൂമിൻ്റെ അകത്ത് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പീരങ്കി ഇല്ലേ, അതിൻ്റെ അകത്ത് ഇടുന്ന ഉണ്ടയാണ്. പണ്ട് കാലത്ത്
അവരുപയോഗിച്ച ഉണ്ടയാണ് ഇപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും നടക്കുവാണ്. പിന്നെ നമ്മൾ കടലിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറേ മരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ഗുണ കേവ് എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും അമ്മ വന്നിട്ടില്ല കേട്ടോ. അമ്മ നടക്കണ്ടേന്ന് പറഞ്ഞിട്ട് അമ്മ ദേവൂട്ടിനെയും കൊണ്ട് ആടെ ഒരു മരത്തിൻ്റെ കീഴിൽ ഇരിക്കുവാണ് ചെയ്തത്. ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി പുറത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ജയിൽ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിന്, ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇതാ ഇരുന്ന് ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ബിരിയാണിയൊന്നും തിന്നാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും കഴിച്ചിനെ ഫുള്ളായിട്ട്. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുമെന്ന്. അടുത്തത് നമ്മൾ പോകുന്നത് അറക്കൽ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ ഫോൺ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. കൊണ്ടുപോകാൻ പാടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അകത്തേക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അടുത്ത കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ പോകുന്നത് അതിൻ്റെ അടുത്തില്ലേ ആയിക്കരയാണോ തോന്നുന്നേ, അറിയില്ല, ഹാർബറിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ 80 രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു, അവിടെ പൈസ കൊടുക്കണം. അങ്ങനെ നമ്മളിതാ പോവുകയാണ് കേട്ടോ. നല്ല മീൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ബോട്ടും കാര്യങ്ങളും എല്ലാം സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ എന്നാൽ മീനുള്ളത് നോക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് മീനെല്ലാം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ പോയതാണ്. അപ്പോൾ കണ്ടിട്ട് അങ്ങനെ അത്രക്കങ്ങ് ഫ്രഷ് മീനാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവർ പറഞ്ഞത് അരമണിക്കൂറേ ആയിട്ടുള്ളൂ കൊണ്ടുവന്നിട്ട് എന്നാണ്. പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ തോന്നി. അപ്പോൾ ചെമ്മീനും ഞണ്ടും മത്തിയും നത്തലും എല്ലാം ഉണ്ടായിന്. അന്നേരം പിന്നെ പോയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് പിള്ളേർ ഞണ്ട് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു 1 കിലോ ഞണ്ട് വാങ്ങി. പിന്നെ കുറച്ച് അയിലയും വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ മീനെല്ലാം വാങ്ങിയിട്ട് ഇതാ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പോൾ വണ്ടീൻ്റെ ബാക്കിൽ ഒരു ബക്കറ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് മീൻ വെക്കാനും എളുപ്പമായിരുന്നു. വണ്ടിയിലൊന്നും ആവില്ല, അതിൻ്റെ അകത്ത് വെച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നമ്മളെ യാത്ര തുടരുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിനെ, ഒരു 3:30 4 മണി ആയിട്ടുണ്ടാവും. നമ്മളവിടെ ആ പാർക്കിലേക്ക് കയറുന്നതിന് വലിയാൾക്ക് 20 രൂപയും
പിന്നെ കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ. അങ്ങനെ പാർക്കിൽ കയറി കുട്ടികളെല്ലാം കുറച്ച് സമയം ഊഞ്ഞാലിലും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടില്ലേ. അങ്ങനെ അതിൻ്റെ അകത്തെല്ലാം കയറിയിട്ട് ഇങ്ങനെ കളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് അമ്മേനെയും കൂട്ടിയിട്ട് അമ്മക്കൊരു ചായ വാങ്ങിക്കൊടുക്കാൻ പോവുകയാണേ. അമ്മക്കെല്ലാം എപ്പോഴും കുടിച്ച് ശീലമില്ലതുകൊണ്ട് ആ സമയത്ത് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ചായ വാങ്ങിക്കൊടുത്തു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഒരു ചായ കുടിച്ചോട്ടെ, ഒരു ചായയും ഒരു കട്ട്ലറ്റും. അത് കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ദാഹം. അങ്ങനെ പിന്നെ വന്നിട്ട് ഒരു മാംഗോ ബാറും കൂടെ കഴിച്ചിട്ടുണ്ടായിനെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തെച്ചും വെള്ളം തീർന്നിന്. പിന്നെ നമ്മൾ കുറേ ബോട്ടിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുത്ത വെള്ളം. അങ്ങനെ ഐസ്ക്രീമും തിന്ന് പിന്നെ ഇതാ നേരെ നമ്മൾ ബീച്ചിലേക്ക് പോവാന്ന് കേട്ടോ. ബീച്ച് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, പിള്ളേരെല്ലാവരും ഓടിക്കിഞ്ഞ്, പിള്ളേർ മാത്രമല്ല വലിയ ആളും എല്ലാവർക്കും പിന്നെ ഭയങ്കര ആവേശമായിരുന്നു കടലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാനും ആദ്യമെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനക്കും ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കളിക്കാൻ. അപ്പോൾ ദേവൂട്ടിക്ക് ഭയങ്കര പേടിയാണേ. അപ്പോൾ ആദ്യമെല്ലാം ദേവൂട്ടി അമ്മേൻ്റെ കയ്യും പിടിച്ചിട്ട് അവിടെ നിന്നിട്ടുണ്ടായിന്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേവൂട്ടീൻ്റെ മൂഡ് മാറി. പിന്നെ ദേവൂട്ടി എന്നെ ഇറങ്ങാൻ വിട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇറങ്ങാൻ പറ്റുന്നില്ല വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ദേവൂട്ടീനെയും കൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിനെ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ തിര വന്നേരം ദേവൂട്ടി പേടിച്ചു പോയി. അതുകൊണ്ടാണ് ദേവൂട്ടി പിന്നെ ഇറങ്ങാണ്ടിരുന്നത്. അങ്ങനെ ഞാനും കുറച്ച് സമയം ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിനെ കേട്ടോ. എന്നാലും എനിക്ക് മതിയായിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ പറയലായിരുന്നു, നമുക്ക് ഈ ബീച്ചിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയുമില്ല, ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഫുള്ള് നമ്മൾ മൈൻഡേ മാറും. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ പറയുമ്പോൾ ഏട്ടൻ്റെയും പറഞ്ഞു, നമുക്ക് പ്രത്യേക മനസ്സിനൊരു സുഖമാണല്ലേ. നമ്മളെ മനസ്സിലെ ടെൻഷനും വിഷമങ്ങളും ഒന്നും ആ സമയത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള ടൈമില്ല എന്ന് പറയാം അല്ലേ. നമ്മൾ ആ കടലിൻ്റെ ഭംഗിയും ആ കടലിൽ കളിക്കുന്ന ഇതെല്ലാം ആസ്വദിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ മൈൻഡിൽ വേറെ ഒന്നുമില്ല. അപ്പം ഞാനിട്ട് ഇങ്ങനെ പറയലായിരുന്നു, ബീച്ചിൻ്റെ അടുത്തെല്ലാം ആയിരിക്കണം വീട്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ബീച്ചിലെല്ലാം പോയി കളിക്കായിരുന്നു. അപ്പം നമ്മളെ മൈൻഡിന് തന്നെ ഒരു സുഖം കിട്ടൂലേ. അങ്ങനെയല്ല. പക്ഷെ നമുക്കടുത്ത് ബീച്ചൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ എപ്പോൾ എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ പോകുമ്പോഴാണ് നമ്മളും ബീച്ച് കാണുന്നത്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും കരക്കേറി നിൽക്കുന്നുണ്ട്. ഇനി അസ്തമയം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്, ചാർജ് കുറവായതുകൊണ്ട് ഫോണ് അമ്മേൻ്റെ ബാഗിൽ വെക്കാൻ കൊടുത്തിന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അസ്തമയത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതെല്ലാം കണ്ട് തിരിച്ചു പോകുമ്പം പിള്ളേർക്ക് ഇത് കോളിഫ്ലവർ വേണമെന്നിട്ട് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈമും കുടിച്ചിട്ട്
നമ്മളിതാ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാത്രിയാണ്, വണ്ടിയിൽ ഫുൾ ലൈറ്റും സെറ്റപ്പെല്ലായിട്ട്. പിന്നെ പിള്ളേർ തകർപ്പൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ട്രിപ്പ് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും ട്രിപ്പിന് വന്ന എല്ലാവരും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ കുട്ടികളും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ ഒരുപാട് അടിപൊളി ട്രിപ്പുകൾ കിട്ടട്ടെ അല്ലേ. ഇടയ്ക്ക് ജീവിതത്തിൽ ഇതേപോലെയുള്ള സന്തോഷങ്ങളും വേണ്ടേ അല്ലേ. അപ്പോൾ ടൂർ എന്തായാലും പൊളിച്ചടുക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ നമ്മളപ്പം ടൂറിന് വന്ന ആരെങ്കിലും അല്ലേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇടയിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.